നവംബർ 30 ദുബായിൽ നടന്ന ആഗോള കാലാവസ്ഥ ഉച്ചകോടിയായ COP28 വൻ പ്രതിഷേധമുയർന്നിരുന്നു. പ്രതിഷേധമുയർത്തിയത് 12 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി. പ്രതിഷേധം കണ്ട എല്ലാവരും ചോദിച്ച ചോദ്യമാണ്, ആരായിരുന്നു ആ പെൺകുട്ടിയെന്ന്. ഇന്ത്യക്കാരിയായ ലിസിപ്രിയ കങ്കുജമായിരുന്നു ആ പെൺകുട്ടി. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക എന്ന പ്ലക്കാർഡുമായിട്ടാണ് ലിസിപ്രിയ കങ്കുജം കാലാവസ്ഥ ഉച്ചകോടി നടക്കുന്ന വേദിയിലേക്ക് എത്തിയത്. കൽക്കരി, ഓയിൽ, ഗ്യാസ് തുടങ്ങിയവയുടെ ഉപയോഗം കുറയ്ക്കാൻ സർക്കാരുകൾ ഒന്നിക്കണം. കാലാവസ്ഥ പ്രതിസന്ധിയുടെ പ്രധാന ഉറവിടങ്ങളിലൊന്ന് കൽക്കരിയുടെ ഉപയോഗമാണ്. ഇന്നത്തെ പ്രവൃത്തിയാകും ഭാവി തീരുമാനിക്കുകയെന്ന് പറഞ്ഞാണ് പ്ലക്കാർഡുമായി വേദിയിലെത്തിയ ലിസിപ്രിയ പറഞ്ഞത്. പ്രതിഷേധമുയർത്തിയതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വന്ന് ലിസിപ്രിയെ പിടിച്ചുമാറ്റി. 30 മിനിറ്റോളം പ്രതിഷേധത്തിന്റെ പേരിൽ തന്നെ പിടിച്ചുവെച്ചുവെന്ന് ലിസിപ്രിയ പറഞ്ഞു. COP28 ഡയറക്ടർ ജനറൽ അംബാസഡർ മാജിദ് അൽ സുവൈദി പെൺകുട്ടിയെ പ്രോത്സാഹിപ്പിച്ചെങ്കിലും തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കാലാവസ്ഥ ഉച്ചകോടിയിൽ പ്രതിഷേധിക്കുന്ന വീഡിയോ പങ്കുവെക്കുകയും ചെയ്തു. നിങ്ങൾ എന്നെ പിന്തുണയ്ക്കുകയും എന്റെ ബാഡ്ജുകൾ ഉടനടി റിലീസ് ചെയ്യുകയും വേണം. ഇത് UN തത്വത്തിന് വിരുദ്ധമായി UN പരിസരത്ത് നടക്കുന്ന കടുത്ത ബാലാവകാശ ലംഘനവും ദുരുപയോഗവുമാണ്. എനിക്ക് UN-ൽ ശബ്ദം ഉയർത്താൻ അവകാശമുണ്ടെന്നും ലിസിപ്രിയ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ലിസിപ്രിയ നേരത്തെയും വാർത്തകളിൽ നിറഞ്ഞ കുട്ടിയാണ്. വനിതാ ദിനത്തിൽ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളായിരിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. അതിനുവേണ്ടി ലിസിപ്രിയെ തെരഞ്ഞെടുത്തിരുന്നു. തന്റെ വാക്കുകൾ കേൾക്കാത്ത പ്രധാനമന്ത്രിയുടെ അംഗീകാരം തനിക്ക് വേണ്ടെന്ന് 8 വയസ്സുകാരി ഉറച്ച സ്വരത്തോടെയാണ് പറഞ്ഞത്. ഷീ ഇൻസ്പയർഡ് ആസ് എന്ന പരിപാടിയിലേക്ക് പ്രധാനമന്ത്രി ലിസിയെ ക്ഷണിച്ചിരുന്നു. എന്നാൽ ആ ക്ഷണം സ്നേഹത്തോടെ നിരസിക്കുകയായിരുന്നു അന്ന് 8 വയസ്സുകാരി ചെയ്തത്. പ്രിയപ്പെട്ട നരേന്ദ്രമോദിജി, നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് എന്നെ ആഘോഷിക്കരുത്. രാജ്യത്തെ പ്രചോദിപ്പിക്കുന്ന സ്ത്രീകളുടെ പട്ടികയിലേക്ക് എന്നെ തിരഞ്ഞെടുത്തതിൽ നന്ദിയുണ്ട്. ഞാൻ ഒരുപാട് ആലോചിച്ചു. ഒടുവിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു എന്നാണ് ലിസിപ്രിയ ട്വിറ്ററിൽ കുറിച്ചത്. താജ്മഹലിന് സമീപത്തുള്ള പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെയും ലിസിപ്രിയ പ്രതിഷേധിച്ചിരുന്നു. താജ്മഹലിന്റെ സൗന്ദര്യത്തിന് പിന്നിൽ പ്ലാസ്റ്റിക് മലിനീകരണം എന്നെഴുതിയ പ്ലക്കാർഡ് കയ്യിൽ പിടിച്ച് താജ്മഹലിന്റെ അടുത്ത് നിന്നെടുത്ത ഫോട്ടോ അടക്കം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കിട്ടു. പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ട ആഗ്ര നഗരസഭ അധികൃതർ വളരെ പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിച്ച് താജ്മഹൽ പ്രദേശത്തെ യമുന തീരം പ്ലാസ്റ്റിക് മുക്തമാക്കി. ആരാണ് ലിസിപ്രിയ? എന്തിനു വേണ്ടിയാണ് സമരങ്ങൾ? ലിസിപ്രിയ കങ്കുജം എന്ന പെൺകുട്ടിക്ക് ഇപ്പോൾ 12 വയസ്സാണ് പ്രായം. പക്ഷെ അവളെ ഒരു കൊച്ചുകുട്ടിയെന്ന് പറഞ്ഞ് ചെറുതായി കാണാൻ സാധിക്കില്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കാലാവസ്ഥ പ്രവർത്തകയാണ് ഈ പെൺകുട്ടി. 8 വയസ്സുള്ളപ്പോൾ 2019 ഫെബ്രുവരിയിൽ 7ാമത്തെ വയസ്സിൽ ഭുവനേശ്വറിലെ സ്കൂളിൽ നിന്ന് പഠിപ്പ് മതിയാക്കി ന്യൂഡൽഹിയിലേക്ക് വണ്ടി കയറിയപ്പോൾ അവൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു. ഡൽഹിയിലെത്തിയ അവൾ പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് വെയിലും മഴയും സഹിച്ച് ആഴ്ചകളോളം നിന്നു. അവളുടെ കയ്യിൽ ഡിയർ മിസ്റ്റർ മോഡി ആൻഡ് MB പാസ് ദ ക്ലൈമറ്റ് ചേഞ്ച് ലോ ആക്ട് നൗ എന്നെഴുതിയ ഒരു ഫലകവും ഉണ്ടായിരുന്നു. പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ നിൽക്കുകയും കാലാവസ്ഥാ വ്യതിയാന നിയമം പാസാക്കാൻ പ്രധാനമന്ത്രി മോദിയോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തവൾ. ആഴ്ചകൾ നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ 6ലധികം MPമാർ ലിസിപ്രിയെ പിന്തുണയ്ക്കാനായി മുന്നോട്ട് വന്നു. അങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ജൂലൈ 24-ന് ലോക്സഭയിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ചർച്ചയുണ്ടായി. മണിപ്പൂരിൽ ജനിച്ച ലിസിപ്രിയ കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പോരാടാൻ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവളെ തേടി ഒരുപാട് അംഗീകാരങ്ങളും വന്നു ചേർന്നു. ഗ്ലോബൽ പീസ് ഇൻഡെക്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസിൽ നിന്നുള്ള ലോക ശിശു സമാധാന സമ്മാനം, അന്താരാഷ്ട്ര യുവജന സമിതിയിൽ നിന്നുള്ള ഇന്ത്യ സമാധാന സമ്മാനം, 2019 ഡോക്ടർ APJ അബ്ദുൽ കലാം ചിൽഡ്രൻസ് അവാർഡ് എന്നിങ്ങനെ നിരവധി അവാർഡുകൾ നേടി. 2019 ഐക്യരാഷ്ട്ര കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിൽ പ്രഭാഷകയായിരുന്നു ഈ പെൺകുട്ടി. ഞാൻ വളരെ ചെറുപ്പം മുതലേ എൻ്റെ അച്ഛൻ്റെ കൂടെ വിവിധ അന്താരാഷ്ട്ര സമ്മേളനങ്ങളിലും സെമിനാറുകളിലും വർക്ക്ഷോപ്പുകളിലും പങ്കെടുക്കുമായിരുന്നു. പരിസ്ഥിതിയോട് എനിക്ക് വല്ലാത്ത സ്നേഹവും കരുതലുമാണ്.
2015 നേപ്പാൾ ഭൂകമ്പ സമയത്ത് ദുരിതബാധിതരെ സഹായിക്കാനായി നടത്തിയ ധനസമാഹരണത്തിൽ ഞാനും എൻ്റെ അച്ഛനോടൊപ്പം കൂടി. കുട്ടികൾക്ക് വീടും മാതാപിതാക്കളെ നഷ്ടപ്പെട്ടത് കണ്ട് ഞാൻ കരഞ്ഞുപോയി എന്നാണ് അവൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ഉലാൻ ബത്തറിൽ നടന്ന ഏഷ്യ മിനിസ്റ്റീരിയൽ ഡിസാസ്റ്റർ റിഡക്ഷനിൽ പങ്കെടുക്കാൻ 2018 കങ്കുജത്തിന് അവസരം ലഭിച്ചു. അവിടെയാണ് താൻ ആദ്യമായി ലോക നേതാക്കൾക്ക് മുന്നിൽ സംസാരിച്ചത്. അത് ആ പെൺകുട്ടിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. അവിടെ നിന്ന് തിരിച്ചെത്തിയ അവൾ പരിസ്ഥിതി സംരക്ഷണത്തിനായി ചൈൽഡ് മൂവ്മെന്റ് എന്ന പേരിൽ ഒരു സംഘടന ആരംഭിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവെക്കാനായി ലോകത്തിന്റെ പല കോണിലേക്കും ഇന്നും യാത്രകൾ തുടരുകയാണ് ലിസിപ്രിയ. ഇതുവരെ ഞാൻ 32 രാജ്യങ്ങൾ പോയിട്ടുണ്ട്. ഈ സംഘടന ആരംഭിക്കുമ്പോൾ ഞാൻ തനിച്ചായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ലോകമെമ്പാടും ആയിരക്കണക്കിന് ആളുകൾ എനിക്കൊപ്പം പിന്തുണയുമായിട്ടുണ്ടെന്ന് കങ്കുജ പറഞ്ഞു. 2019 സ്പെയിനിൽ സംഘടിപ്പിച്ച COP25 കാലാവസ്ഥാ ഉച്ചകോടിയിലും ലിസിപ്രിയ പങ്കെടുത്തിരുന്നു. 2018 ലിസിപ്രിയ കാലാവസ്ഥാ പ്രവർത്തനങ്ങളിലേക്ക് ചുവടുവെക്കുന്നത്. ഇന്ത്യയുടെ ഗ്രേറ്റി എന്ന മാധ്യമങ്ങൾ ലിസിപ്രിയെ വിശേഷിപ്പിച്ചിരുന്നു. എന്നാൽ തന്നെ ഇന്ത്യയുടെ ഗ്രേറ്റി എന്ന് വിളിക്കരുതെന്ന് മാധ്യമപ്രവർത്തകരോട് ലിസിപ്രിയ പറഞ്ഞു. പ്രിയപ്പെട്ട മാധ്യമങ്ങളെ, എന്നെ ഇന്ത്യയുടെ ഗ്രേറ്റി എന്ന് വിളിക്കുന്ന നിർത്തു. ഞാൻ ഗ്രേറ്റിയെ പോലെ ആവാനല്ല സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത്. തീർച്ചയായും അവർ എന്നെ പ്രചോദിപ്പിക്കുന്നവരിൽ ഒരാളാണ്. ഏറെ സ്വാധീനിക്കുന്നയാളുമാണ്. ഞങ്ങൾക്ക് സമാന ലക്ഷ്യമാണെങ്കിലും എനിക്ക് എന്റേതായ വ്യക്തിത്വവും കഥയുമുണ്ട്. ഗ്രേറ്റ് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് 2018 ജൂലൈ മുതൽ തന്നെ ഞാൻ എന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്ന് ലിസിപ്രിയ ട്വീറ്റ് ചെയ്തു. 12 വയസ്സുള്ള കുട്ടി വിചാരിച്ചാൽ പലതും നടക്കുമെന്ന് തെളിയിക്കുകയാണ് കങ്കുജം. അവളുടെ പ്രതിഷേധം ഇനിയും ഒരുപാട് നല്ല മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് നോട്ട് 24.